നമ്മൾ ആഗ്രഹിച്ചു, ദർശിച്ചു, വൈബ്രേഷനുകൾ സെറ്റ് ചെയ്തു. എന്നാൽ പ്രപഞ്ചം നൽകാൻ തയ്യാറായി വാതിക്കൽ നിൽക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പലപ്പോഴും നമ്മുടെ സംശയങ്ങളും കുറ്റബോധവുമാണ് സമൃദ്ധിയുടെ ആ മഹാപ്രവാഹത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ആ തടയണകൾ തകർക്കാൻ പോകുകയാണ്. ഓഷോയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആകാശം മഴ പെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷേ പാത്രം കമഴ്ത്തി വെച്ചാൽ അതിൽ വെള്ളം നിറയില്ല. സ്വീകരിക്കുക എന്നാൽ വിനയത്തോടെ ശൂന്യനാകുക എന്നാണ്. നമ്മൾ അഹങ്കാരമില്ലാത്ത ഒരു പാത്രമാകുമ്പോൾ പ്രപഞ്ചത്തിന് നമ്മെ നിറയ്ക്കാൻ എളുപ്പമാണ്. സ്വീകരിക്കുക എന്നത് നമ്മുടെ ജന്മാവകാശമാണെന്ന് തിരിച്ചറിയുക. വിലപിടിപ്പുള്ള പുതപ്പ് കയ്യിലുണ്ടായിട്ടും അത് ചീത്തയാകുമെന്ന് പേടിച്ചു പെട്ടിയിലടച്ച് പൂട്ടി തണുപ്പത്ത് വിറച്ച മുല്ല നസറുദ്ദീനെ പോലെ നമ്മളും നമ്മുടെ ഭാഗ്യത്തെ ഇങ്ങനെ പൂട്ടിവെച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ സ്നേഹം പുതയ്ക്കാൻ നമ്മളെ തന്നെ അനുവദിക്കണം. നമുക്കുള്ളിലെ പേടിയെയും കുറ്റബോധത്തെയും ഇന്ന് ഉപേക്ഷിക്കുക. പഴയ വിള്ളലുകൾ അടച്ച് ഒരു പുതിയ പാത്രമായി മാറിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് അനായാസമായി ഒഴുകിയെത്തും. ഞാൻ അർഹനാണ്, ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഓരോ ശ്വാസത്തിലും മന്ത്രിക്കുക. ആ പ്രവാഹത്തിന് മുൻപിൽ ഒരു പുഴ പോലെ ശാന്തമായിരിക്കുക. നമ്മളിനി വെറും ഒരു മനുഷ്യനല്ല, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. നമസ്കാരം. ഇന്നത്തെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പ്രപഞ്ചത്തോട് ചോദിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ചോദിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ നമ്മോട് തന്നെയുള്ള ചോദ്യം. പലപ്പോഴും ഈ പ്രപഞ്ചം സമൃദ്ധിയുടെ വലിയൊരു പ്രവാഹവുമായി നമ്മുടെ വാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അകത്തുനിന്ന് സംശയമെന്ന പൂട്ടിട്ട് വാതിൽ അടച്ചിരിക്കുകയായിരിക്കും. ഓഷോ പറയുന്നു, ആകാശം മഴ പെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്ന്. പക്ഷേ ഒരു മൺപാത്രം കമഴ്ത്തി വെച്ചാൽ അതിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല. നമ്മുടെ ജീവിതത്തിലും ശരിക്കും ഇതല്ലേ സംഭവിക്കുന്നത്? എനിക്കിതിന് അർഹതയുണ്ടോ? ഞാനൊരു സാധാരണക്കാരനല്ലേ? എനിക്ക് ഇത്രയും വലിയ വിജയം താങ്ങാൻ കഴിയുമോ? ഇത്തരം ചിന്തകൾ നമ്മുടെ സ്വീകരണ പാത്രത്തെ കമഴ്ത്തി വെക്കുകയാണ്. പ്രപഞ്ചം ഒരു അനന്തമായ സമുദ്രമായി നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ നമ്മുടെ പാത്രം ശൂന്യമായിരിക്കുന്നത് അത് സ്വീകരിക്കാൻ നാം തയ്യാറാകാത്തത് കൊണ്ടാണ്. ഈ സ്വീകരണത്തിന് തടസ്സമാകുന്നത് നമുക്കുള്ളിലെ വിള്ളലുകളാണ്. ഒരു പാത്രത്തിന് വിള്ളലുണ്ടെങ്കിൽ അതിൽ എത്ര വെള്ളമൊഴിച്ചാലും അത് ചോർന്നു പോകും. നമുക്കുള്ളിലെ വിള്ളലെന്നത് നമ്മുടെ കുറ്റബോധമാണ്. ഞാൻ പണ്ട് ചെയ്ത തെറ്റുകൾ കാരണം എനിക്ക് നല്ലതൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം നൽകുന്ന അനുഗ്രഹങ്ങൾ ആ വിള്ളലിലൂടെ ചോർന്നു പോകും. നമ്മൾ ഈ നിമിഷം പരിപൂർണനാണെന്നും പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ 100% അർഹനാണെന്നും സ്വയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നമ്മൾ ആ പ്രഖ്യാപനത്തിലാണ് നമ്മുടെ പാത്രം നിറയുന്നത്. സ്വീകരിക്കുക എന്നതൊരു വിനയമാണ്. പ്രപഞ്ചം നമുക്കൊരു പുഞ്ചിരി നൽകിയാലും ഒരു ചെറിയ സമ്മാനം നൽകിയാലും അത് പൂർണ്ണ മനസ്സോടെ ഏറ്റുവാങ്ങണം. എനിക്കിതിപ്പോൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കൈകളെ തട്ടിമാറ്റുകയാണ്. പകരം നന്ദി പറഞ്ഞത് സ്വീകരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വലിയ കാര്യങ്ങൾക്കായി നമ്മുടെ വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. സമൃദ്ധി എന്നതൊരു അവകാശമാണ്, അതൊരു ഔദാര്യമല്ല. നമ്മൾ നമ്മെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിന് നമ്മെ സ്നേഹിക്കാൻ കഴിയൂ. നമ്മളിവിടെ മാറ്റിയെടുക്കുന്നത് നമ്മുടെ ഇടുങ്ങിയ ഈ ചിന്താഗതിയെയാണ്. വിതയ്ക്കുന്നതിനേക്കാൾ പ്രധാനം കൊയ്യാൻ തയ്യാറാവുക എന്നതാണെന്ന് തിരിച്ചറിയുക. നമ്മൾ പലപ്പോഴും ഈ പ്രപഞ്ചത്തോട് പരാതിപ്പെടാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒന്നും മാറുന്നില്ലല്ലോ എന്നൊക്കെ. എന്നാൽ സത്യത്തിൽ നമ്മൾ പലപ്പോഴും ഭാഗ്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നത്.
ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മുല്ല നസറുദ്ദീനെയാണ്. കഠിനമായ തണുപ്പുള്ള ഒരു രാത്രിയിൽ നമ്മുടെ മുല്ല തെരുവിൽ വിറച്ചു നിൽക്കുകയായിരുന്നു. മഞ്ഞു പെയ്യുന്നുണ്ട്. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുകയാണ്. വഴിപോക്കനായ ഒരാൾ ഇത് കണ്ട് അമ്പരന്നു പോയി. അയാൾ ചോദിച്ചു, മുല്ല, ഇത്രയും തണുപ്പത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങളുടെ കൈവശം പുതപ്പില്ലേ? മുല്ല വിറച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു, ഉണ്ട് സുഹൃത്തെ, എൻ്റെ വീട്ടിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പിളി പുതപ്പുണ്ട്. അത് പണ്ട് എൻ്റെ പിതാവ് എനിക്ക് തന്നതാണ്. അതീവ വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, പിന്നെന്തേ മുല്ലേ അത് പുതയ്ക്കാത്തത്? മുല്ലയുടെ മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തും. അയാൾ പറഞ്ഞു, അതൊരു വിശേഷപ്പെട്ട പുതപ്പാണ്. അത് ചീത്തയാകുമോ എന്ന് പേടിച്ച് ഞാൻ അതൊരു ഇരുമ്പ് പെട്ടിയിലിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണെന്ന്. അത് പുതയ്ക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ആ വഴിപോക്കൻ ചിരിച്ചുകൊണ്ട് മുല്ലയോട് പറഞ്ഞു, മുല്ല, പുതപ്പ് പെട്ടിയിലിട്ടിട്ട് പൂട്ടാനുള്ളതല്ല, അത് അനുഭവിച്ച് തണുപ്പകറ്റാനുള്ളതാണ്. അതുപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തിടത്തോളം ആ തണുപ്പ് നിങ്ങളെ കൊന്നുകളയും. പ്രിയമുള്ളവരെ, ആ പുതപ്പെന്നത് നമുക്കുള്ളിലെ സമൃദ്ധിയാണ്, നമ്മുടെ ഭാഗ്യമാണ്. പ്രപഞ്ചം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും ഐശ്വര്യങ്ങളും നമ്മൾ ആ മുല്ലയെപ്പോലെ പേടിച്ച് പൂട്ടിവെച്ചിരിക്കുകയാണ്. എനിക്കിതിന് അർഹതയില്ല, ഭാഗ്യം വന്നാൽ അത് പോയി കളയുമോ എന്നുള്ള ചിന്തകളാണ് ആ ഇരുമ്പ് പെട്ടിയിലെ പൂട്ടുകൾ. ഓഷോ പറയുന്നു, ജീവിതം ഒരു ആഘോഷമാണ്, പക്ഷെ നീ അത് ദൂരെ നിന്ന് നോക്കി നിൽക്കുകയാണെന്ന്. ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ആ പുതപ്പെടുത്ത് പുതയ്ക്കണം. അതായത് സമൃദ്ധിയെ അനുഭവിക്കാൻ നമുക്ക് അവകാശമുണ്ടെന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയണം. നമ്മൾ സന്തോഷവാനാകാൻ നമ്മളെ തന്നെ അനുവദിക്കണം. ആ അനുവാദമില്ലാതെ പ്രപഞ്ചത്തിന് നമ്മെ സഹായിക്കാൻ കഴിയില്ല. നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ പ്രപഞ്ചം കൂടുതൽ നൽകാൻ തുടങ്ങും. ആ ഇരുമ്പ് പെട്ടി തുറക്കുവാനുള്ള താക്കോൽ എന്നത് നമ്മുടെ നന്ദി എന്ന വികാരമാണ്. ശരി, നമുക്കൊരു ചെറിയ ധ്യാനത്തെ പരിചയപ്പെടാം. നമ്മൾ ഒത്തിരി ധ്യാനം പരിശീലിക്കുന്നുണ്ട് അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ സീരീസിൽ തന്നെ നമ്മൾ ഒത്തിരി ധ്യാനങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. തീർച്ചയായും ഇതെല്ലാം പരിശീലിക്കണം. ശരി, നമുക്ക് ധ്യാനത്തിലേക്ക് വരാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കുള്ളിലെ ഭയത്തെയും സംശയങ്ങളെയുമെല്ലാം ഒരു പുകയായി നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നതായി കണ്ടുകൊണ്ടിരിക്കുക. കൈകൾ മലർത്തിപ്പിടിച്ച് പ്രപഞ്ചത്തോട് പറയുക, പ്രപഞ്ചമേ, ഞാൻ എല്ലാ നന്മകൾക്കും അർഹനാണ്, ഞാനവ സ്വീകരിക്കുന്നുവെന്ന്. ആ പുതപ്പിൻ്റെ ചൂട് പോലെ പ്രപഞ്ചത്തിൻ്റെ സ്നേഹം നിങ്ങളെ പൊതിയുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ അത് വെറുമൊരു വാക്കല്ല, അതൊരു ഭൗതികമായ മാറ്റമാണ്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഈ പ്രപഞ്ചം ഊർജകണങ്ങളുടെ ഒരു വലിയ സമുദ്രമാണെന്നാണ്. ആ സമുദ്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമുക്കുള്ളിലെ കാന്തിക സ്പന്ദനങ്ങളാണ്. നമ്മളൊരു വലിയ ലക്ഷ്യം ആഗ്രഹിക്കുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊന്നും എനിക്ക് കിട്ടില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാന്തിക വലയം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. റേഡിയോയിൽ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ നാം ആ സ്റ്റേഷൻ കൃത്യമായി ട്യൂൺ ചെയ്യണം. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ ട്യൂൺ ചെയ്യുന്ന തരംഗമാണ് നമ്മുടെ അർഹതാ ബോധം എന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കാത്തിടത്തോളം, നമ്മൾ നമ്മളെ ബഹുമാനിക്കാത്തിടത്തോളം പ്രപഞ്ചത്തിന് നമ്മിലേക്ക് സമൃദ്ധിയെ ഒഴുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നിഷേധം ആ ഊർജത്തെ തടഞ്ഞു നിർത്തുകയാണ്. അഷ്ടവക്രഗീതയിൽ ഒരു നിഗൂഢമായ ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്, മുക്തോ അഭിമാനി മുക്തോ ഹി എന്ന്. അതായത്, നീ നിന്നെ മുക്തനായി കണ്ടാൽ നീ മുക്തനാണ്, നീ നിന്നെ ബന്ധസ്ഥനായി കണ്ടാൽ നീ ബന്ധസ്ഥനാണെന്ന്. ഇതിൻ്റെ ശാസ്ത്രീയ അർത്ഥം എന്നത് നമ്മൾ നമ്മളെ ഒരു സ്വീകർത്താവായി ദർശിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ ഈ പ്രപഞ്ചത്തിലെ ക്വാണ്ടം ഫീൽഡുമായി സംവദിക്കാൻ തുടങ്ങും. അവിടെ വിള്ളലുകളില്ലാത്ത ദൃഢമായ ഒരു വൈബ്രേഷൻ സൃഷ്ടിക്കപ്പെടും.
ഓഷോ പറയുമായിരുന്നു, നീ ഒരു ഭിക്ഷക്കാരനെ പോലെയല്ല, ഒരു ചക്രവർത്തിയെ പോലെ ഈ പ്രപഞ്ചത്തെ സമീപിക്കൂ എന്ന്. ഒരു ചക്രവർത്തിക്ക് അവർക്ക് ലഭിക്കുന്നതെല്ലാം തൻ്റെ അവകാശമാണെന്ന ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഈ പ്രപഞ്ചത്തെ നമുക്ക് മുമ്പിൽ കീഴടക്കുന്നത്. ഇന്നു മുതൽ നമുക്കുള്ളിലെ ആ വിള്ളലുകൾ അടയ്ക്കാൻ തുടങ്ങുക. പഴയകാലത്തെ കുറ്റബോധങ്ങൾ പ്രപഞ്ചത്തിന്റെ കാറ്റിൽ പറത്തിക്കളയാം. നമ്മൾ ഈ നിമിഷം പരിപൂർണനാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവും നമ്മൾ കാണുന്ന വെളിച്ചവും പ്രപഞ്ചം നമുക്ക് സൗജന്യമായി നൽകുന്നതാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിജയവും നമുക്ക് നൽകാൻ പ്രപഞ്ചത്തിന് മടിയുണ്ടാവില്ല. സ്വീകരിക്കുന്നതിൽ ഒരു പാപവുമില്ല, മറിച്ച് അത് പ്രപഞ്ചത്തോടുള്ള നന്ദി പ്രകടനമാണ്. ഈ തിരിച്ചറിവിൽ നമ്മുടെ കാന്തിക വലയം വികസിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് ഒരു ചെറിയ വിഷ്വലൈസേഷൻ ധ്യാനത്തെ കൂടി പരിചയപ്പെടാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും ഒരു സുവർണ നിറത്തിലുള്ള ഒരു പ്രഭാവലയം വികസിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം. പ്രപഞ്ചത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഒരു പ്രവാഹം പോലെ ആ വലയത്തിനുള്ളിലേക്ക് ഒഴുകുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുക, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ അർഹനാണെന്ന്. ഇത് മന്ത്രിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ഇരിക്കാവുന്നതാണ്. നമ്മൾ ഈ ലോകത്തു നിന്ന് കേട്ടിട്ടുള്ളത് നൽകുന്നവനാണ് വലിയവനെന്നാണ്. എന്നാൽ ഓഷോ ഈ ചിന്തയെ തിരുത്തിക്കുറിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, നൽകുന്നതിനേക്കാൾ വലിയൊരു കലയാണ് സ്വീകരിക്കുക എന്നതെന്ന്. കാരണം നൽകുന്നവന്റെ ഉള്ളിൽ അറിയാതെ പോലും ഒരു അഹങ്കാരം വരാം, ഞാൻ നൽകുന്നു എന്ന ഭാവം. എന്നാൽ സ്വീകരിക്കുന്നവന് വിനയം ആവശ്യമാണ്, ശൂന്യത വേണം. ഒരു പുഴ താഴേക്കൊഴുകുന്നത് പള്ളങ്ങളിലേക്കാണ്. അതുപോലെ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തുന്നത് വിനയത്തോടെ താഴെ നിൽക്കുന്ന ഹൃദയങ്ങളിലേക്കാണ്. പലപ്പോഴും സ്വീകരിക്കാൻ നമ്മൾ വിമുഖത കാണിക്കാറുണ്ടല്ലേ? ആരെങ്കിലും നമ്മെ അഭിനന്ദിച്ചാൽ പറയും, എനിക്ക് അത്രയ്ക്കൊന്നുമില്ല എന്ന്. ആരെങ്കിലും ഒരു സമ്മാനം തന്നാൽ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് നമ്മൾ പറയും. ഇതിനെ വിനയം എന്നെല്ലാം നമ്മൾ വിളിക്കുമെങ്കിലും സത്യത്തിൽ ഇത് പ്രപഞ്ചത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളയലാണ്. നമ്മളൊരു സമ്മാനം സ്വീകരിക്കുമ്പോൾ അത് നൽകുന്ന വ്യക്തിയുടെ സന്തോഷത്തെ കൂടിയാണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തപ്പോൾ നൽകുന്നവന്റെ സ്നേഹപ്രവാഹത്തെ നമ്മൾ തടയുകയല്ലേ? ലോ ഓഫ് അട്രാക്ഷനിൽ പ്രപഞ്ചം നമുക്ക് നൽകാൻ കൈകൾ നീട്ടുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അത് ഏറ്റുവാങ്ങാൻ നമ്മൾക്ക് കഴിയണം. പൂക്കൾ സുഗന്ധം പരത്തുന്നത് അവയ്ക്ക് നൽകാൻ താല്പര്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അവ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുന്നത് കൊണ്ടാണ്. ഈ പ്രപഞ്ചവും സമൃദ്ധി കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ആ പ്രവാഹത്തിന് മുമ്പിൽ ശൂന്യമായൊരു പാത്രമായി ഇരിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ അറിവോ അഹങ്കാരമോ പഴയ വിശ്വാസങ്ങളോ ആ പാത്രത്തിൽ നിറഞ്ഞിരുന്നാൽ പ്രപഞ്ചത്തിന് പുതിയതൊന്നും നൽകാൻ കഴിയില്ല. നമ്മൾ ശൂന്യനാകുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന് വസിക്കുവാനുള്ള ഒരു ക്ഷേത്രമായി മാറുകയാണ്. ഇന്നു മുതൽ സ്വീകരിക്കാൻ പഠിക്കുക. പ്രപഞ്ചം നൽകുന്ന ഓരോ ചെറിയ തണലിനും ഓരോ തുള്ളി വെള്ളത്തിനും നന്ദി പറയുക. എനിക്കിത് മതി എന്ന് പറഞ്ഞ് വാതിലുകൾ അടയ്ക്കാതെ പകരം ഇനിയും വരിക, ഞാൻ തയ്യാറാണെന്ന് പ്രപഞ്ചത്തോട് പറയണം. നമ്മൾ എത്രത്തോളം വിനയത്തോടെ സ്വീകരിക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചം നമ്മെ വിശ്വസിക്കുകയും കൂടുതൽ നിധിശേഖരങ്ങൾ നമ്മെ ഏൽപ്പിക്കുകയും ചെയ്യും. സ്വീകരിക്കുക എന്നതൊരു കുറവല്ല, മറിച്ചത് പ്രപഞ്ച ചൈതന്യവുമായുള്ള ഒരു വലിയ കൂടിച്ചേരലാണ്. നമുക്കൊരു ചെറിയ മൗന ധ്യാനത്തെ പരിചയപ്പെടാം. കണ്ണുകളടച്ച് നിങ്ങളുടെ ഹൃദയം ഒരു വിടർന്ന താമര പൂവായി സങ്കല്പിക്കണം. പ്രപഞ്ചത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ തുള്ളികൾ ആ പൂവിലേക്ക് വീഴുന്നത് അനുഭവിക്കുക. ഒന്നും ചോദിക്കുകയും പറയുകയും വേണ്ട, ലഭിക്കുന്നത് നന്ദിയോടെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പലപ്പോഴും ഫലം ലഭിക്കാത്തത്? കാരണം നമുക്കുള്ളിൽ സമൃദ്ധിയെ തടഞ്ഞു നിർത്തുന്ന ചില പ്രതിരോധങ്ങളുണ്ട്.
ഇതൊരു പുഴയ്ക്ക് കുറുകെ കെട്ടിയ തടയണ പോലെയാണ്. പ്രപഞ്ചം ഒഴുകാൻ തയ്യാറാണ്, പക്ഷെ നമുക്കുള്ളിലെ ചില ചിന്തകൾ ആ ഒഴുക്കിനെ തടയുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കുള്ളിലെ കുറ്റബോധമാണ്. ഓഷോ പറയുന്നത് കുറ്റബോധം എന്നത് ആത്മാവിനെ കാർന്നു തിന്നുന്ന അർബുദമാണെന്നാണ്. ഞാൻ പണ്ട് ചെയ്ത തെറ്റുകൾ കാരണം എനിക്ക് നല്ലതൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിനു മുമ്പിൽ വലിയൊരു മതിൽ പണിയുകയാണ്. ഓർക്കുക, പ്രപഞ്ചത്തിന് ശിക്ഷിക്കാൻ അറിയില്ല, നൽകാൻ മാത്രമേ അറിയുകയുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മോട് തന്നെ ഒന്ന് ക്ഷമിക്കുക. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഈ നിമിഷം നമ്മളൊരു പുതിയ മനുഷ്യനാണ്. ആ തിരിച്ചറിവിൽ നമുക്കുള്ളിൽ ആദ്യത്തെ മതിൽ തകർന്നു വീഴും. മറ്റൊരു തടസ്സം എന്നത് നമ്മുടെ ഭയമാണ്. എനിക്കിത് കിട്ടിയാൽ അത് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ കൂടുതൽ പണം വന്നാൽ ഞാൻ അഹങ്കാരിയാകുമോ എന്നൊക്കെയുള്ള ഭയങ്ങൾ. ഇവയെല്ലാം നമ്മുടെ സ്വീകരണശേഷിയെ തടയുകയാണ് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ ഭയം എന്നത് ദാരിദ്ര്യത്തിൻ്റെ വൈബ്രേഷനാണ്. സ്നേഹമുള്ളിടത്ത് പേടിക്ക് സ്ഥാനമില്ലല്ലോ. നമ്മൾ പ്രപഞ്ചത്തെ സ്നേഹിക്കുമ്പോൾ പ്രപഞ്ചം നൽകുന്നതിന് ഭയമില്ലാതെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. വിടർന്ന കൈകളോടെ ഇരിക്കുക. മുറുക്കി പിടിച്ച കൈകളിൽ ഒന്നും വീഴില്ല. നമ്മൾ വിടർന്നിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നമ്മെ നിറയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഈ ഇടുങ്ങിയ സ്വഭാവത്തെയാണ്. പരാതി പറയുന്ന മനസ്സിനെ നന്ദി പറയുന്ന മനസ്സിലേക്ക് മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ചെറിയ കാര്യങ്ങളോട് നന്ദി പറയുമ്പോൾ നമുക്കുള്ളിലെ തടസ്സങ്ങൾ ഓരോന്നായി അലിഞ്ഞു പോകാൻ തുടങ്ങും. മഞ്ഞ് സൂര്യപ്രകാശത്താൽ ഉരുകുന്നത് പോലെ നന്ദിയുടെ പ്രകാശത്തിൽ നമ്മുടെ പ്രതിരോധങ്ങൾ ഇല്ലാതാകും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധി ഒരു മഹാപ്രവാഹമായി നമ്മിലേക്ക് ഒഴുകിയെത്തും. നമ്മൾ ചെയ്യേണ്ടത് ആ ഒഴുക്കിന് തടസ്സം നിൽക്കാതിരിക്കുക എന്നത് മാത്രമാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്കുള്ളിലെ എല്ലാ കുറ്റബോധങ്ങളെയും പേടികളെയും ഒരു കറുത്ത പുകയായി പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തിലും പ്രപഞ്ചത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ആ സ്നേഹം നിങ്ങൾക്കുള്ളിലെ എല്ലാ മതിലുകളെയും തകർക്കും. നമ്മളിപ്പോൾ സ്വീകരണത്തിൻ്റെ പരമമായ ശാന്തിയിലാണ് നിൽക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു രഹസ്യം ഇതാണ്: നീ എന്തിനെയാണോ സ്വീകരിക്കാൻ തയ്യാറായത് അത് ഇപ്പോൾ തന്നെ നിന്റേതാണ് എന്നതാണ് ആ രഹസ്യം. ഈ തിരിച്ചറിവിൽ കാഴ്ചക്കാരനും കാഴ്ചയും ഒന്നായി മാറുകയാണ്. നമ്മൾ ഈ ജഗത്തിൻ്റെ ഭാഗമാണെങ്കിൽ ജഗത്തിലുള്ളതെല്ലാം നമ്മുടേതാണ്. ഒരു സമുദ്രത്തിലെ തുള്ളിക്ക് സമുദ്രത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ഓരോ കോശങ്ങളിലും സ്പന്ദിക്കുന്നുണ്ട്. ഓഷോയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഘോഷിക്കൂ, ജീവിതം ഒരു സമ്മാനമാണെന്നാണ്. നമ്മൾ നമ്മുടെ മനസ്സിനെ കാന്തമാക്കി ആഗ്രഹങ്ങളെ വിട്ടു നൽകി വൈബ്രേഷനുകൾ ട്യൂൺ ചെയ്തു അകക്കണ്ണിലൂടെ ദർശനങ്ങൾ നടത്തി സമൃദ്ധിയിൽ ആറാടി. ഒടുവിലത് സ്വീകരിക്കുവാനും പഠിച്ചു. ഇനി നമ്മൾ വെറുമൊരു മനുഷ്യനല്ല, നമ്മളൊരു സൃഷ്ടാവാണ്. എന്നാൽ നമ്മുടെ ഈ ജ്ഞാനയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിലും നിഗൂഢമായ ഒരു ഘട്ടത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. നമ്മൾ പ്രപഞ്ചത്തോട് ചോദിച്ചു, അത് സ്വീകരിക്കാൻ പാത്രവും ഒരുക്കി. പക്ഷേ പ്രപഞ്ചത്തിന്റെ നിയമപ്രകാരം പുതിയതൊന്ന് വരണമെങ്കിൽ പഴയത് ഒഴിഞ്ഞു പോയേ തീരൂ. നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം നിറയണമെങ്കിൽ ഉള്ളിലെ ഇരുട്ടിനെ എവിടെയാണ് ഇറക്കി വെക്കേണ്ടത്? ഇതിനെയാണ് നമ്മൾ ശൂന്യതയുടെ ശക്തി എന്ന് വിളിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യത സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചാണ്. മൗനത്തിൽ നിന്ന് എങ്ങനെ മഹത്തായ നേട്ടങ്ങൾ ജനിക്കുന്നു എന്നറിയാൻ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള യാത്ര വരുത്തിയ മാറ്റങ്ങൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളിലെ ആ അനന്തമായ മൗനത്തെ ഞാൻ വന്ദിക്കുന്നു. സ്നേഹപൂർവ്വം, ദിവ്യബോധം. നന്ദി, നമസ്കാരം.